ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ കുറച്ചായില്ലേ കണ്ടിട്ട്, കുറച്ച് മാത്സിന്റെ ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ്സുകൾ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യണത് കുറച്ച് ബ്രേക്ക് ആയിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് റെഗുലറായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്സ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇനി വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ക്വസ്റ്റ്യൻസും ടോപ്പിക്സും എല്ലാം തന്നെ നമ്മൾ വീഡിയോ രൂപത്തിൽ പുറകിലായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ എക്സാംസ് ഒക്കെ അത്യാവശ്യം എക്സാമുകളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു. RRBയുടെ കുറെ എക്സാംസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു. ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവരും നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർ പഠിക്കുക. പഠിച്ചു തുടങ്ങിയവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. കഴിഞ്ഞവർക്ക് റിവിഷൻ ആയിട്ടും ഒക്കെ നമുക്ക് ഈ വീഡിയോസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് HCF ആൻഡ് LCM ആണ്. മാത്സിലെ ഒരു ടോപ്പിക് ആണ് HCF ആൻഡ് LCM. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്നാലും നമുക്ക് നോക്കാം എന്താണ് HCF, എന്താണ് LCM എന്നുള്ള കാര്യങ്ങൾ. അതിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒരു 5 പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 പാറ്റേൺസിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, the HCF and LCM of two numbers are 8 and 48 respectively. If one of the numbers is 24, then the other number is. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് HCF ആൻഡ് LCM. രണ്ട് നമ്പേഴ്സും അതിന്റെ HCF ഉം LCM ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് HCF ന്റെയും LCM ന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്, ഒരു നമ്പർ തന്നിട്ടുണ്ട്. അടുത്ത നമ്പർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 24 into B is equal to 8 into 48 എന്ന് എഴുതാം. Then B is equal to 8 into 48 divided by 24. അപ്പൊ 24, 48 divided by 24 നമുക്ക് 2 എന്ന് കിട്ടും. 8 into 2 16. So B എന്താണെന്ന് കിട്ടി? 16 ആണെന്ന് കിട്ടി. ഓപ്ഷനിൽ 16 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതാണ് ഒരു പാറ്റേൺ. അടുത്തത്, two numbers are in the ratio 3:4. Their LCM is 84. The greater number is. ഇങ്ങനെ റേഷ്യോ വരുമ്പോൾ ഇതിന്റെ LCM ഉം HCF ഉം എങ്ങനെയാണ് എടുക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം റേഷ്യോ A:B എന്ന് പറഞ്ഞാൽ നമുക്ക് 3:4 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A is equal to 3x എന്നും B is equal to 4x എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിന്റെ ഇങ്ങനെ വരുമ്പം ഇതിന്റെ LCM എന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പേഴ്സിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലെ. കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആണ് LCM. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? 3x into 4x. ഓക്കെ, 3x അല്ലെങ്കിൽ ഇൻറ്റു അല്ല, ആക്ച്വലി ഇത് ഇൻറ്റു അല്ല, 3x 4x. ഇതിന്റെ LCM നമുക്ക് വരിക 12x ആണ്. ബിക്കോസ് 3ന്റെയും 4ന്റെയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 3ന്റെയും 4ന്റെയും എന്താണ് LCM എങ്ങനെയാ നമുക്ക് വരിക? ഇവിടെ വേറെ ഒന്നും ഇല്ല അല്ലെ. ഈ ഒരു നമ്പർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരും? 3 into 2 6, 6 into 2 12. LCM 12 ആണെന്ന് കിട്ടി. ആ x അങ്ങനെ ഇങ്ങോട്ടേക്ക് എഴുതി. അപ്പൊ LCM എന്താണെന്ന് മനസ്സിലായി. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ് നമുക്ക് വേണ്ടത്. അത് 12x ആണ്. ഇനി ഇങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് തന്നാൽ അതിന്റെ HCF നമ്മൾ വേറെ എവിടെയും ചെക്ക് ചെയ്യണ്ട, അത് 1 ആയിരിക്കും. കാരണം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാണ്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന നമ്പേഴ്സ് ആണ് റേഷ്യോ എന്ന് പറയുന്നത്. സോ അവിടെ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് HCF ഇല്ലെങ്കിലും ഇവിടെ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമുക്ക് LCM എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 12x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ LCM എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 84 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് x കണ്ടുപിടിക്കാം അല്ലെ. 84 divided by 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x 7 കിട്ടും.
അപ്പൊ ഇനി നമ്പേഴ്സ് കണ്ടുപിടിച്ചൂടെ? 3 into 7 is equal to 21. 4 into 7 is equal to 28. So the greater number is 28. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റേഷ്യോസ് വരുവാണെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന റേഷ്യോസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് LCM കിട്ടുക. HCF ആണെങ്കിൽ അവിടെ 1 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The sum of two numbers is 36 and their HCF and LCM are 3 and 105 respectively. The sum of the reciprocals of two numbers is. Okay, അപ്പൊ നമ്മളോട് എന്ത് തന്നിട്ടുണ്ട്? A plus B is equal to 36 എന്ന് തന്നിട്ടുണ്ട്. HCF എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 എന്ന് തന്നിട്ടുണ്ട്. LCM 105 എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദ റെസിപ്രോക്കൽസ്. സം ഓഫ് ദ റെസിപ്രോക്കൽസ് എന്ന് പറയുമ്പോൾ 1/A plus 1/B is equal to, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനാദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് വരും? AB/A plus B എന്ന് വരും അല്ലെ? സോറി തിരിച്ചാണ് വരിക. B plus A/AB എന്ന് വരും. B plus A/AB എന്നാണ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നുണ്ടാവുക. ഇനി നമുക്ക് രണ്ട് നമ്പേഴ്സ്, നമുക്കൊരു ഇക്വേഷൻ അറിയാം. A into B is equal to LCM into HCF എന്ന് നമുക്കറിയാം. ഈ ഒരു ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുത്താൽ A plus B എന്താണെന്ന് നമുക്കറിയാം, 36 ആണെന്ന് അറിയാം. AB, ഇവിടെ AB ആണുള്ളത് അല്ലെ? നമുക്ക് പക്ഷെ AB അറിയില്ല. എന്തറിയാം നമുക്ക്? LCM 105 ആണെന്നും HCF 3 ആണെന്നും അറിയാം. ഈ കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെ അല്ലേ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്? സോ 105 into 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 315 ആണ്. സോ ഇവിടെ എന്ത് വരും? 36/315 എന്നാണ് നമുക്ക് വരിക. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം 12/105 എന്ന് കിട്ടും. എഗെയിൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4/35 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ ഏത് നമ്പർ യൂസ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. മേലെയും താഴെയും കോമൺ ആയിട്ടുള്ള നമ്പർ യൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഏത് നമ്പർ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ടാണ് നമുക്ക് 12/105 കിട്ടിയത്. എഗെയിൻ ഇത് ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോഴാണ് 4/35 കിട്ടിയത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നൊരു ടൈപ്പാണ് LCM of two numbers is 120. രണ്ട് നമ്പേഴ്സിന്റെ LCM എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 120 ആണെന്ന് തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ HCF 10 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് which of the following can be the sum of those two numbers. അപ്പൊ നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഓപ്ഷൻസ് എഴുതാൻ വിട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻസ് വരുന്നത് 140, 80, 60, 70. ഇതാണ് നമുക്ക് വരുന്ന ഓപ്ഷൻസ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് നമ്പേഴ്സ് A and B ആയിട്ട് എടുക്കാം. ദെൻ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എയും ബിയും, അതായത് HCFന് നമുക്ക് എന്തെടുക്കാം? കോപ്രൈം ആയിട്ട് എടുക്കാം. രണ്ടെണ്ണത്തിലും വരുന്ന നമ്പർ HCF ആണ് അല്ലെ? രണ്ടെണ്ണം വെച്ചിട്ട് ഈ നമ്പേഴ്സിനെ, അതായത് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കാം? 10A എന്നും 10B എന്നും എടുക്കാം. എയും ബിയും എന്താണ്? കോപ്രൈംസ് ആണ്. കോപ്രൈംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 10A and 10B എന്ന് നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാം. LCM 120 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാത്? 10A into 10B is equal to LCM into HCF. അപ്പൊ ഇവിടെ 10 into 10 100 ആണ്. 100 AB is equal to 120
1200. ഇവിടെ എന്താ വരിക? 120 into 10 ആണ് വരിക. അപ്പൊ നമുക്ക് എ ബി എന്ത് വരും? ഇവിടുത്തെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും ക്യാൻസൽ ആകും. എ ബി എന്ന് പറയുന്നത് 12 ആണെന്ന് കിട്ടി. ഇനി എ ബി 12 ആവാൻ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 1 into 12, 2 into 6, 3 into 4. ഇത്രയും നമ്പേഴ്സ് ആണ് വരിക. 1 into 12 എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ 2 നമ്പേഴ്സ് നമുക്ക് എന്ത് വേണം? 2 നമ്പേഴ്സ് എന്തായിട്ട് വേണം? അതിന്റെ സമ്മും കൂടെ നമ്മൾ നോക്കണം അല്ലെ? നമുക്ക് ഈ 2 നമ്പേഴ്സിന്റെ സമ്മ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇത് നമുക്ക് റേഷ്യോ മാത്രമാണ് ഈ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 10 ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ 10 plus 120, that is 130. 130 നമ്മുടെ ഓപ്ഷനിൽ ഇല്ല, സോ ഇതല്ല. അടുത്തത് 20 plus എന്ത് വരും? 60. 20 plus 60 പോസിബിൾ ആണ്, പക്ഷേ നമുക്ക് അതിന്റെ നോക്കാം. 20 plus 60 80 വരുന്നുണ്ട്. അടുത്തത് 30 plus 40. 30 plus 40 എന്ത് വരും? 70 വരും. ഓക്കെ, നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ ഒരു കറക്ഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 20 and 60യുടെ HCF 10 അല്ല വരിക, അതാണ് ഡിഫറൻസ്. ഓക്കെ, 20 and 60യുടെ HCF നമുക്ക് 10 വരില്ല. അതിന്റെ HCF നമുക്ക് വരാനുള്ള ചാൻസ് വേറെ നമ്പേഴ്സ് വരും അല്ലെ? 20 വരും, 20 ആണ്, 20 വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാത്തത്? 20 and 60 കൺസിഡർ ചെയ്യാത്തത്. ദാറ്റ് ഈസ് ഇതിന്റെ HCF ഒരിക്കലും 10 ആയിരിക്കില്ല, അതുകൊണ്ടാണ്. ദെൻ നമുക്ക് പിന്നെ ഇവിടെ ഓപ്ഷൻ ഉള്ളത് ഏതാണ്? 30, 40. 30യുടെയും 40യുടെയും HCF 10 അല്ലാണ്ട് വേറെ ഏതെങ്കിലും അതിനേക്കാൾ വലുതോ ചെറുതോ ഏതെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, 10 ആണ് വരിക. സോ നമ്മൾ ഇവിടെ ആൻസർ എന്തായിട്ട് എടുക്കും? 70 ആയിട്ട് എടുക്കും. അപ്പൊ ഇത് ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് LCM 120 ആണെന്ന് തന്നിട്ടുണ്ട്, HCF 10 ആണെന്ന് തന്നിട്ടുണ്ട്. HCF ആണ് നമ്മൾ എപ്പോഴും എടുക്കുക. LCM എന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന നമുക്ക് തന്നേക്കാവുന്ന 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആണ് LCM വരുന്നത്. HCF എന്ന് പറഞ്ഞാൽ പക്ഷെ എന്താണ്? ആ നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് HCF. അപ്പൊ നമ്മൾ ഒരു നമ്പർ നമ്മൾ AB റേഷ്യോ പോലെ തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത്. AB ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 10നെ എന്ത് ചെയ്യാം? ആ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. HCF എടുത്തിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് AB കണ്ടുപിടിച്ചു. AB 12 ആണെന്ന് കണ്ടുപിടിച്ചു. AB 12 വരുന്നത് ഏതൊക്കെ നമ്പേഴ്സ് ആണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ 10 എന്തിനാ യൂസ് ചെയ്ത് വെച്ചാൽ ഇവിടെ 10A 10B എന്നാണ് നമ്മൾ നമ്പേഴ്സ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു into 10 എല്ലാ നമ്പേഴ്സിലും കൊടുത്തത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? അതിന്റെ സമ്മ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 12 വരാൻ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് നോക്കിയപ്പം 20 plus 60 വരും, പക്ഷെ അവിടെ എന്ത് വേണം? നമുക്ക് അതിന്റെ HCF എന്തായിട്ട് വേണം? 10 ആയിട്ട് വരണം. പക്ഷെ 20 plus 60യുടെ HCF ഒരിക്കലും 10 ആയിരിക്കില്ല. സോ അതുകൊണ്ട് നമുക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ ഓപ്ഷൻ ഉള്ളത് 30 plus 40 ആണ്. സോ 70 ആണ് സം ഓഫ് ദ നമ്പേഴ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പാറ്റേൺ ആണ് product of two coprime numbers is 117. coprime numbers എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് തമ്മിൽ എന്തുണ്ടാവും? HCF 1 ആയിരിക്കും. coprime numbersന്റെ HCF എപ്പോഴും 1 ആയിരിക്കും. അവര് തമ്മിൽ കോമൺ ആയിട്ട് വേറെ ഒരു ഫാക്ടേഴ്സും ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് coprime numbers A and B എടുത്താൽ A into B is equal to 117 എന്ന് പറഞ്ഞിട്ടുണ്ട്. coprime numbersന്റെ HCF എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? A into B is equal to HCF into LCM. അപ്പൊ ഇവിടെ A into B എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്ത് തന്നിട്ടുണ്ട് 117. സോ 117 is equal to HCF, കോപ്രൈം നമ്പേഴ്സിന്റെ HCF 1 ആയിരിക്കും. 1 into LCM. സോ നമുക്ക് എന്ത് പറയാം? LCM എന്താണെന്ന് പറയാം? 117 is the LCM of the coprime numbers that is given. Okay, അപ്പൊ തന്നിരിക്കുന്ന കോപ്രൈം നമ്പേഴ്സിന്റെ LCM എന്താണ്? 117 തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. LCM, HCF നിന്നുള്ള ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്ത് ഇവിടെ പറഞ്ഞു തന്നത്. ഇനിയും ഉണ്ട്, നമുക്ക് ഇതിന്റെ പാർട്ട് 2 ഒക്കെ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടും അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പറയണം, അടുത്തൊരു വീഡിയോ ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം, ഒരു പാറ്റേൺ മനസ്സിലായിട്ടില്ല റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എഗെയിൻ ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വേറെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏത് കൺസെപ്റ്റ് ആണോ ക്ലിയർ ആവാത്തത് ആ കൺസെപ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ടോപ്പിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.